ബേസിൽ, ഹാപ്പി ഫിഷ് അക്വേറിയം ഡിസൈനർ. അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നേച്ചറിൽ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, വാട്ടർ ബോഡി വെരി ക്ലീൻ, അതിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാം. നേച്ചർ അക്വേറിയംസാണ് നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം. അപ്പോൾ കാണുന്നതിൽ നാറ്റമൊന്നും ഉണ്ടാകത്തില്ല, മീൻ ചാവത്തില്ല. അങ്ങനെ നമ്മൾ ഒരു സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് കാണുമോ അതേപോലെ അതിനെ ഒരു ഗ്ലാസ് ടാങ്കിനകത്ത് സെയിം ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് നേച്ചർ അക്വേറിയം എന്ന് പറയും. ഇപ്പോൾ ചിലർ പ്ലാന്റഡ് അക്വേറിയം എന്ന് പറയും. ബട്ട് നമുക്കിവിടെ തങ്കനിക്കൻ ബയോട്ടോപ്പ് ഉണ്ട്. അത് ആ ലേക്കിലെ തന്നെ പാരാമീറ്റേഴ്സ് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക നമ്മൾ. അപ്പോൾ ഓരോ ഫിഷിനും ഓരോ റിക്വയർമെൻറ്റാണ്. എല്ലാ മീനും ഓരോ സ്ഥലത്തുള്ള വെള്ളത്തിന് അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മളത് നമുക്കറിയാം അത് ഏതാണ് അവർക്ക്, ഏത് വെള്ളമാണ്, എങ്ങനെയാണ്. അപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യാം. അവരെങ്ങനെ ആ വൈൽഡിൽ എങ്ങനെയാണ് അതേപോലെ നമ്മളിവിടെ ചെയ്യാം. അത്ര ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണല്ലോ ചെയ്യുന്നത്. ആ ഗ്ലാസ്സാണ് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു വിൻഡോ. ദാറ്റ് ഈസ് എ വിൻഡോ. സോ അത് എപ്പോഴും വളരെ യു സെലക്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അക്വേറിയംസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ ഈ അക്വേറിയംസ് എല്ലാം സീറോ സിലിക്കോൺ ജോയിൻസാണ്. സിലിക്കോണൊന്നും കാണത്തില്ല. വളരെ ഭംഗിയായിട്ട് ദാറ്റ് ഇറ്റ് സെൽഫ് ആ അക്വേറിയം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ എന്തോ ഇങ്ങനെ ഈ നേച്ചർ പ്രോസസ്സ് എങ്ങനെ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു സ്ട്രീമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്ലാന്റ്സ് ഉണ്ടാവും, സബ്സ്ട്രേറ്റ് സോയിലുണ്ടാവും, പിന്നെ ഒത്തിരി നറിഷിങ് വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ വെള്ളം അത്രയും പ്രസ്റ്റീനും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ കൊണ്ടുവരണം. വെറുതെ ഒരു ഗ്ലാസ് ടാങ്ക് വെച്ചിട്ട് കുറേ മീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ they'll die. നമുക്ക് വേണ്ടത് ആ സെയിം ഒരു ത്രൈവിങ് കമ്മ്യൂണിറ്റിയാണ്. ആ ഫിഷ് ആയാലും പ്ലാന്റ്സ് ആയാലും they should thrive, not survive. സർവൈവലും ത്രൈവിങ് ടു ഡിഫറെൻറ്റ് തിങ്സ്. മനസ്സിലായില്ലേ? സർവൈവൽ എന്ന് പറഞ്ഞാൽ ഒരു 100 പേരെ ഇട്ട് കഴിഞ്ഞാൽ 10 പേര് ജീവിക്കും, മറ്റേ 90 പേരും മരിച്ചു. അങ്ങനെയല്ല, നമ്മളിടുന്ന എല്ലാവരും നല്ല അങ്ങനെ ത്രൈവ് ചെയ്യണം. ദേ ഷുഡ് ഹാവ് ബേബീസ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകണം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ല സബ്സ്ട്രേറ്റ് വേണം. അക്വാട്ടിക് പ്ലാന്റ്സ് ഇതിപ്പോൾ ഇതിൻ്റെ പ്രൈമറി വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയാണ്. ഈ നൈട്രജൻ കമ്പോണൻ്റാണ് ഈ നാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാം നമ്മൾ ചെയ്യും. കാരണം ഗുഡ് ഫിൽട്രേഷൻ, നൈട്രിഫൈങ് ബാക്ടീരിയ, ഇത് നമ്മളിതിൽ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ നൈട്രോസോമ എന്ന് പറഞ്ഞിട്ട് നൈട്രിഫൈങ് ബാക്ടീരിയ, അതിനെല്ലാവരും ഇഗ്നോർ ചെയ്യും. കാരണം ടാങ്ക് പലരും ഇങ്ങനെ ഈ അക്വേറിയംസ് കറക്റ്റായിട്ട് ചെയ്യാത്ത കാരണം ഇതുമൊക്കെ വരും. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വെളിയെടുത്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത്, സോ ദാറ്റ് ബിക്കംസ് കുറച്ചായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ മൈക്രോബ്സ് എല്ലാം അതിൽ അങ്ങനെ ചത്തുപോയാച്ചാണ്. സോ നമ്മൾ സോ തുടക്കത്തിൽ നല്ല കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ വെള്ളം ഇങ്ങനെ വളരെ ക്ലീനായിട്ടിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈട്രിഫൈങ് ബാക്ടീരിയ, മൈക്രോബ്സ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ. അവരെ നറിഷ് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യണോ, നല്ല ഫിൽട്രേഷൻ, നല്ല സബ്സ്ട്രേറ്റ്, കറക്റ്റ് ഫ്ലോ, അങ്ങനെ കുറേ കാൽക്കുലേഷൻസും ത്രൂ എക്സ്പീരിയൻസ്, കറക്റ്റ് എമൗണ്ട് ഓഫ് ലൈറ്റിംഗ്, ഇതെല്ലാം കൂടെ അങ്ങനെ ചെയ്തിട്ട് വി ട്രൈ ടു മിമിക് ദി നേച്ചർ. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാനൊക്കെ. ചിലർ ഫോട്ടോസുമായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ശരിക്കും മാലിയിലുള്ള ഒരു ബീച്ചാണ്. അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു മാലിയിൽ ഒരു ഐലൻഡിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ നമ്മളിപ്പം 5th ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചില ഹിക്കപ്സൊക്കെ ഉണ്ട്. ബട്ട് ആഫ്റ്റർ എ മന്ത് അതിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും. ഇറ്റ് വിൽ ലുക്ക് വെരി സിമിലർ. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഇറ്റ് വിൽ ലുക്ക് വെരി സിമിലർ. ഈ
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ടെറേറിയമാണ്. പക്ഷേ ഇത് ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഈ ആമസോണിലുള്ള മീനുകളാണ് ഇപ്പം ടെട്ര ഫാമിലി, ആമസോണിലുള്ള മീനുകളാണ് നമ്മുടെ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത്. അവർ ശരിക്കും ദേ ബ്രീഡ് ഇൻ ബ്ലാക്ക് വാട്ടർ. വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും, ഇത് ക്ലിയർ ആയിരിക്കും, പക്ഷേ ഒരു ബ്ലാക്ക് വാട്ടറാണ് ശരിക്കും. ദിസ് ഈസ് ബ്ലാക്ക് വാട്ടർ ടെറേറിയം എന്ന് പറയുന്നത്. ലാൻഡും മറ്റേ കല്ലും ഒരു ഫ്ലോയും അതെല്ലാം കൂടെ. എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ വച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഇൻഫിനിറ്റി ഡിസൈനാണ്, പകുതി ഗ്രീനും പകുതി ഡിസേർട്ടും. അത് ഒരു മാസം കഴിഞ്ഞാൽ നല്ല അപ്പാരൻ്റായിട്ട് വരും. അത് ഇപ്പോഴും എൻ്റെ തുടക്കമാണ്. പിന്നെ അത് വന്നിട്ട് ഒരു ഇവാഗുമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലാണ്, ഒരു ജാപ്പനീസ് സ്റ്റൈലാണ്. ശരിക്കും ഈ ഹോബീനെ ഇങ്ങനെ ഈ നേച്ചർ അക്യൂറായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ ജപ്പാനിലുള്ളൊരു തക്കാശി അമ്മാന എന്ന് പറഞ്ഞിട്ട് ഒരു ഓസം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. ഹി വാസ് എ ഫോട്ടോഗ്രാഫർ. പുള്ളി ഹി ഫെൽ ഇൻ ലവ് വിത്ത് നേച്ചർ. അയാളാണ് ഇതിനെ ഭയങ്കര ഹൈയിലോട്ട്, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ദീസ് ആർ വെരി പോപ്പുലർ. എല്ലാവരും നല്ല രീതിയിൽ ദേ സ്പെൻഡ് ഓൺ ദിസ്. അപ്പം ഇത് ഇവാഗുമി എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വേർഡാണ്. ഇതൊരു ഇവാഗുമി സ്റ്റൈലാണ്. കല്ലിനൊരു പ്രോമിനൻസ്, കല്ലില്ലേ, വലിയ പാറക്കല്ല്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഗ്രീൻസും. ഇപ്പോൾ ഇതിങ്ങനെ നോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും കാണത്തില്ല. ആ കല്ലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഗ്രീൻ. ഈ കാണുന്ന ബ്ലാക്ക് സാധനങ്ങളൊക്കെ ഒരു മാസം കഴിയുമ്പോൾ വിൽ ബിക്കം കംപ്ലീറ്റ് ലഷ് ഗ്രീൻ. ഇപ്പോൾ പച്ചതേ ഉള്ളൂ. 5-ാം തീയതി നമ്മളിവിടെ തുടങ്ങിയത്. ഇത് വന്നിട്ട് ഒരു ആഫ്രിക്കൻ ലേക്ക്, തങ്കനിക്കൻ എന്ന് പറഞ്ഞ ലേക്കുണ്ട്. അത് ഇറ്റ്സ് എ റിഫ്റ്റ് ലേക്ക്. അത് മുമ്പ് കടലായിരുന്നു, എറപ്ഷൻ വന്നിട്ട് അത് ഐസൊലേറ്റ് ആയി പോയതാണ്. പിന്നെ അത് മഴയൊക്കെ വീണ് അത് ഫ്രഷ് വാട്ടറായി. ഇപ്പോഴും അതിൻ്റെ pH ഒക്കെ വളരെ ഹൈയാണ്. അതിലുള്ള മീൻ ശരിക്കും അങ്ങനെ ഇവോൾവ് ചെയ്ത് അവരെല്ലാം ദേ ലുക്ക് ഡിഫറെൻറ്റ്. സാധാരണ മീൻ ഓടുന്നതും വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസം. അപ്പോൾ അതിനെ തന്നെ നമ്മളത് സെയിം പാരാമീറ്റേഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക. അവിടുത്തെ pHഉം അവിടുത്തെ ആ വാട്ടർ കെമിസ്ട്രി നമ്മൾ ശരിക്കും നമ്മളാളുടെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ആ ഒരു സിസ്റ്റം കൊണ്ടുപോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. അപ്പോൾ അത് ഫെയിൽ ആവത്തില്ല. നമ്മൾക്ക് നിങ്ങൾക്ക് അക്യൂരിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് റീഡു ചെയ്ത് നല്ല അതിൻ്റെ കറക്റ്റ് ഫിൽട്രേഷനും ഇതെല്ലാം വെച്ചിട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മീനൊന്നും ചാവത്തില്ല. അതങ്ങനെ ത്രൈവ് ചെയ്ത് ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം NO3 എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട് ഈ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അത് നമ്മൾ ഈ പ്ലാന്റ്സ് മാത്രമേ വലിച്ചെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ NO3 അതിൽ തന്നെ കിടക്കും, കൂടി വരും. കൂടി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ വെരി ഹാംഫുൾ ഇവൻച്വലി. അതാണ് ഈ മണമൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ മണമൊന്നും വരത്തില്ല, ബിക്കോസ് അത് ഇസ് ടേക്കൺ കെയർ ബൈ ദി പ്ലാന്റ്സ് അതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ വലിച്ചെടുക്കും. പ്ലാന്റിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അമോണിയ അല്ല, ശരിക്കും നൈട്രേറ്റ് ആണ്, NO3 ആണ്. ഇത് എല്ലാ സൈസിലും ചെയ്യാൻ നോക്കും. ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പഴയ പോലെ അല്ല. ഗ്ലാസ് ടാങ്ക് അല്ല അക്യൂറിയം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഗ്ലാസ് ടാങ്ക് എന്ന് പറഞ്ഞാൽ only 5% ഓഫ് ദി ഹോൾ സിസ്റ്റം. നല്ല ഒരു ഗ്ലാസ് ടാങ്ക് വേണം. പക്ഷേ അതിൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഈ ക്യാബിനറ്റ്സിനകത്തൊക്കെ ഇതിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റ്സൊക്കെ ഉണ്ട്, ഈ ട്യൂബിൽ കൂടെ അങ്ങനെ. അപ്പം അത് ഇങ്ങനെ നമ്മൾ കുറേ നാളുകൾ കൊണ്ട് ചെയ്യുന്ന കാരണം നമ്മൾ ഏത് വർക്ക് ചെയ്യും ഏത് വർക്ക് ചെയ്യത്തില്ലെന്ന് അറിയാമോ. അങ്ങനെ ഹോബി ടേൺഡ് ഇൻറ്റു 10-20-25 വർഷം കൊണ്ട് ഇതിലായി ഈ ഫീൽഡായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ആദ്യം ഞാൻ എംപ്ലോയിഡ് ആയിരുന്നു. അവിടുത്തെ ഒരു കമ്പനിയിൽ, ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഫേം ഉണ്ടായി അവിടെ. പിന്നെ അതിൻ്റെ കൂടെ വീട്ടിൽ ഈ ടാങ്കുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ അങ്ങനെ ഹോബി അങ്ങനെ രണ്ട് ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ. ദുബായിലായിരുന്നു ഞാൻ. അവിടെ സെയിം നെയിമിൽ തന്നെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ലോഗോ വ്യത്യാസമായിരുന്നു, ബട്ട് ലോഗോ ഇവിടെ വന്നിട്ടാണ് ഈ ലോഗോ ആക്കി. പിന്നെ അവിടെ നിന്ന് പിന്നെ കോവിഡ് ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് വരേണ്ടിയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു.
പാഷൻ അത് നമ്മളിതിപ്പോഴും ബിസിനസ് അല്ല, ഇതിപ്പോഴും ഒരു പാഷൻ തന്നെയാണ്. ഇറ്റ്സ് ഐ കനോട്ട് കോൾ ഇറ്റ് എ ബിസിനസ്, ഇറ്റ്സ് എ ബിസിനസ് ബട്ട് ഇറ്റ്സ് എ പാഷൻ ഫസ്റ്റ്. എല്ലാവരുടെയും ഒരു പ്രൈസ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ടാങ്കിൻ്റെ പ്രൈസാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഒരു ഗ്ലാസ് ടാങ്ക് ഉണ്ടാക്കിയ എത്ര പൈസ, അപ്പോൾ അതുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അല്ല, ഒരു പെർസെൻറ്റേജ്. ചിലർക്ക് അറിയാം, അപ്പം ഈ പുറത്തുള്ളായിരുന്ന ആളുകൾക്കറിയാം ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ടു മേക്ക് സംതിങ് റിയലി വർക്കബിൾ. നമുക്ക് ഗ്ലാസ് ടാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കാം, നമുക്ക് ഒരുപാട് കാശ് കിട്ടും, അത് വർക്കാവത്തില്ല. അപ്പോൾ അത് കാരണം ഇപ്പം ആളുകൾക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങി, ഇപ്പം പലരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഒരുപാട് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഇതുള്ള വീട്ടിലുള്ള പിള്ളേർ ബിഹേവ് ചെയ്യുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ശരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ശരിക്കും ഒരു ത്രൈവിങ് അക്വേറിയം ഉള്ള വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചാവുന്നതൊക്കെ ഇറ്റ് ഈസ് വെരി സ്ട്രെസ്ഫുൾ. പിള്ളേർക്കും അമ്മമാർക്കും എല്ലാവർക്കും സ്ട്രെസ്ഫുള്ളാണ്. അങ്ങനെ അല്ലാതെ നല്ല ത്രൈവിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ശരിക്കും തെറാപ്യൂട്ടിക്ക, ഭയങ്കര പിള്ളേർ തന്നെ. എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചിൽഡ്രൻ ഈവൻ ദേ ബിഹേവ് ഡിഫറെൻ്റ്ലി. എന്നാൽ ഞാനിപ്പം നമ്മുടെ ഒരു കസ്റ്റമർ അനു വന്ന പേര്, നമ്മളെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്, കസ്റ്റമറായിട്ട് പിന്നെ ഫ്രണ്ടായത്. അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മളൊരു വലിയ സിസ്റ്റം ചെയ്തു. അവരിവിടെ ടെക്നോ പാർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ബെസ്റ്റ് കോംപ്ലിമെൻ്റ് ഇതാണ്, ഞങ്ങൾ മുമ്പ് ഒരുപാട് വായിക്കുമായിരുന്നു, പിന്നെ പല കാര്യങ്ങൾ ഇത് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ടിൽ പഴയ വായനയൊക്കെ തിരിച്ചു വന്നെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ബ്രിങ്സ് എൻ ഓറ, ഒരു പീസ്ഫുൾ ഓറ കൊണ്ടുവരും വീട്ടിൽ. ഇറ്റ് ഷുഡ് ബി എ ത്രൈവിങ് സിസ്റ്റം, നോട്ട് സംതിങ് വിച്ച് ഗിവ്സ് യു ട്രബിൾ. ഇങ്ങനെ ആർക്കും ഇതൊക്കെ വന്നിങ്ങനെ ട്രബിൾ വന്നു കഴിഞ്ഞാൽ അത് അറിയാമല്ലോ, നമുക്ക് എല്ലാവരും ബിസിയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അങ്ങ് പോയിക്കോളും. ഇത് നാനോ മറൈൻ അക്വേറിയം. ഇതിൽ ക്ലൗൺ ഫിഷ് ഉണ്ട്, പീകോക്ക് ഡാംസൽസ് ഉണ്ട്, പിന്നെ കുറേ ഗോബീസ് ഉണ്ട്, അവരെല്ലാം ഒളിച്ചിരിക്കുക. വെരി സിമ്പിൾ സിസ്റ്റമാണ്. ഇത് ഒരു ഫ്ലോർ സ്റ്റാൻഡിങ് ചെറിയ നാനോ അക്വേറിയം. ഇത് വന്നിട്ട് ഒരു ഇവാഗുമി 8 അടി നീളമുള്ള ഒരു അക്വേറിയം. അതിപ്പോൾ പച്ചയേ ഉള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. ഇത് പെനിൻസുല ടൈപ്പിലുള്ള, ഇത് നമ്മുടെ മാലിയുള്ള ഒരു ഐലൻഡിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക. കുറച്ച് കഴിയുമ്പോഴും അതേപോലെ ഇരിക്കും, ഇപ്പോഴില്ല. ഇത് ഒരു ഇൻഫിനിറ്റി ഡിസൈനാണ്. ഒരു ഭാഗം ഗ്രീനും മറ്റേ ഭാഗം ഡിസേർട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ടെറേറിയം, ഒരു ആമസോൺ ബ്ലാക്ക് വാട്ടർ ടെറേറിയം. അതിൻ്റെ ആ വെള്ളം നോക്കുമ്പോൾ അറിയാം, കറുത്ത കളർ.